ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജനുവരി 23 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DPIIT പാർട്ട്നേഴ്സ് വിത്ത് അപ്ന ടു ബൂസ്റ്റ് സ്റ്റാർട്ടപ്പ് ടാലൻറ്റ് ആൻഡ് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യൂത്ത്. അപ്പോൾ DPIIT പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് അപ്ന ആയിട്ട്. ടാലൻ്റ് ആൻഡ് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, യൂത്തിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യുനെസ്കോ ആൻഡ് MEITY, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി, host stakeholder consultation on AI readiness assessment methodology in India. അപ്പോൾ യുനെസ്കോ മെയ്റ്റിംഗ് കൂടിയിട്ട് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ ഓൺ AI റെഡിനെസ് അസസ്മെൻറ്റ് മെത്തഡോളജി. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Gujarat to host a first Olympic research conference to debate on economics of hosting Olympics in India. അപ്പോൾ ഗുജറാത്ത് ഫസ്റ്റ് ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഡിബേറ്റ് ചെയ്യാൻ ഓൺ എക്കണോമിക്സ് ഓഫ് ഹോസ്റ്റിംഗ് ഒളിമ്പിക്സ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഡിബേറ്റിന് വേണ്ടിയിട്ട് അവർ ഹോസ്റ്റ് ചെയ്യുകയാണ് ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം. അപ്പോൾ ഒഫീഷ്യൽസ് ഫ്രം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അലോങ് വിത്ത് എ ഹോസ്റ്റ് ഓഫ് എക്സ്പേർട്സ് ആർ ഷെഡ്യൂൾഡ് ടു മീറ്റ് ഇൻ ഗുജറാത്ത് ഫോർ ഡിസ്കസിംഗ് ദ സ്ട്രാറ്റജീസ് ആൻഡ് ഇന്നോവേറ്റ് എക്കണോമിക് മോഡൽസ് ഫോർ ഫൈനാൻസിംഗ് ആൻഡ് ബിൽഡിംഗ് സസ്റ്റൈനബിൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് വിൽ ഹെൽപ്പ് ഇന്ത്യ പൊസിഷൻ ഇറ്റ്സെൽഫ് ആസ് എ സ്ട്രോങ് കണ്ടൻഡർ ടു ഹോസ്റ്റ് ദ 2036 ഒളിമ്പിക്സ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ടാറ്റ AIG ഇൻട്രൊഡ്യൂസസ് സൈബർ എഡ്ജ്, എ സൈബർ ഇൻഷുറൻസ് സൊല്യൂഷൻ ഫോർ ബിസിനസ്. അപ്പോൾ ടാറ്റ AIG ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് സൈബർ എഡ്ജ് അൺവെയിൽ ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു സൈബർ ഇൻഷുറൻസ് സൊല്യൂഷനാണ്, ബിസിനസ്സുകൾക്കുള്ള സൈബർ ഇൻഷുറൻസ് സൊല്യൂഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രംപ് സൈൻസ് എക്സിക്യൂട്ടീവ് ഓർഡർ ഡയറക്റ്റിംഗ് US withdrawal from Paris climate agreement again. President Donald Trump signed an executive order Monday directing the United States to again withdraw from the landmark Paris climate agreement, dealing a blow to worldwide efforts to combat global warming and once again distancing the US from its closest allies. Trump's action hours after he was sworn in to a second term echoed his directive in 2017. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഈ ഒരു പേജിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ ലോഞ്ചസ് സ്കീം ടു പ്രൊവൈഡ് 10,000 rupees ആനുവൽ എയ്ഡ് ടു ലേബറേഴ്സ്. അപ്പോൾ ലേബറേഴ്സിന് 10,000 രൂപ ആനുവലി, വർഷത്തിൽ 10,000 രൂപ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ വിഷ്ണു ദിയോ സായ് launched Deen Dayal Upadhyay ഭൂമിഹീൻ കൃഷി മജ്ദൂർ കല്യാൺ യോജന ഇൻ റായ്പൂർ. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലായ റായ്പൂരിലാണത് ലോഞ്ച് ചെയ്തത്. അണ്ടർ ദിസ് സ്കീം മോർ ദാൻ 5.62 lakh ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, ബാഗ്യാസ് ആൻഡ് ഗുണിയാസ് ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി ഗിവൺ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് 10,000 rupees annually. Under this, an amount of more than 562 crore rupees was released to the beneficiaries of the scheme. അപ്പോൾ അത്രയും കോടി രൂപയാണ് ഇതിന് റിലീസ് ചെയ്തത്. മീൻവൈൽ ദ ചീഫ് മിനിസ്റ്റർ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നഗർ വികാസ് കേസ് ഓപ്പൺ പ്രോഗ്രാം ഇൻ റായ്പൂർ ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് 813 വർക്ക്സ് വർത്ത് ₹155.38 crore rupees. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
Accenture, TCS, Infosys, HCL Tech ടോപ്പ് 2025 ബ്രാൻഡ് ഫിനാൻസ് IT സർവീസസ് റാങ്കിങ്. അപ്പോൾ ഇവരെ ടോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. India has secured the second position, contributing 36% of the total brand value, a significant achievement fueled by a 14% increase in brand value according to Brand Finance 2025 ranking. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. അപ്പോൾ ഇന്ത്യ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്, സെക്കൻഡ് പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Cabinet approves minimum support prices for raw jute for 2025-26 സീസൺ. അപ്പോൾ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് MSP, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസസ് ഫോർ റോ റോ ജൂട്ടിൻ്റെ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ദിസ് ഇയർ 2025-26 സീസണിലേക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണെന്ന് പറയുന്നുണ്ട്. റോ ജൂട്ടിന് 5650 പെർ കിൻഡലാണ് 2025-26 സീസണിൽ മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IPS ഓഫീസർ ഓഫ് തമിഴ്നാടു കാഡർ പോസ്റ്റഡ് ടു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ IPS ഓഫീസർ ഓഫ് തമിഴ്നാടു കാഡറിലെ IPS ഓഫീസറെ ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് ഹാസ് ക്ലിയർഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് മഹേഷ് കുമാർ അഗർവാൾ ടു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICSI elects ധനഞ്ജയ് ശുക്ല ആസ് പ്രസിഡന്റ് ഫോർ 2025. അപ്പോൾ ICSI ഇലക്ട്സ് ധനഞ്ജയ് ശുക്ലയെ പ്രസിഡന്റ് ഫോർ 2025ലേക്ക് എലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻട്രൽ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് അൺവെയിൽ ഇന്ത്യ പവിലിയൻ അറ്റ് WEF's ദാവോസ് സമ്മിറ്റ്. അപ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ പവിലിയൻ അറ്റ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ദാവോസ് സമ്മിറ്റിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ എക്കണോമി പ്രൊജക്റ്റഡ് ടു ഗ്രോ ഇൻ റേഞ്ച് ഓഫ് 6.5 to 6.8% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25. ഡെലോയിറ്റ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യാൻ പോകുന്നത് 6.5 to 6.8% എന്നാണ് ഡെലോയിറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 25. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അനൗൺസസ് ഡീമർജർ ഓഫ് ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ബിസിനസ് ഇൻ ടു ലിസ്റ്റഡ് എൻറ്റിറ്റി. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് ബോർഡ് ഹാസ് അപ്രൂവ്ഡ് ദ ഡീമർജർ ഓഫ് ഇറ്റ്സ് ഐസ്ക്രീം ബിസിനസ് ക്വാളിറ്റി വാൾസ് ഇന്ത്യ ലിമിറ്റഡ് വിച്ച് വിൽ ബിക്കം എ സെപ്പറേറ്റ്ലി ലിസ്റ്റഡ് എൻറ്റിറ്റി. ദ കമ്പനി സെഡ് ഇൻ എ എക്സ്ചേഞ്ച് ഫയലിംഗ്. അപ്പോൾ ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ബിസിനസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഈ ഒരു ന്യൂസിൻ്റെ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.